ഗൈസ് നോക്കൂ, ഫൈനലി ടുഡേ അവർ ബിഗ് ഡേ. ഗൈസ് നോക്കൂ, അതായത് ഇന്ന് നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ചയാണ്. വണ്ടി കഴുകി അങ്ങനെ അലക്സേട്ടൻ്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ മീറ്റിങ്ങിന് പോകണം. അതെ, മീറ്റിംഗ് നടന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്, ഞങ്ങളൊരു ചെറിയ മീറ്റിങ്ങിന് പോവാണ്. അപ്പം അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രക്ഷിക്കാൻ വന്നത്. അതെ, സക്സസ് ആവുകയാണെങ്കിൽ അതെ. ഗൈസ് നോക്കൂ, ഫൈനലി ഇവിടെ നമ്മൾ വണ്ടി ഇട്ടു. ഇന്ന് നല്ല രീതിയിലുള്ള സ്നോഫോൾ വീഴ്ചയാണ്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതി. പക്ഷേ സ്നോഫോൾ വീഴുന്നത് നല്ലതാണ്, തണുപ്പുണ്ടാവില്ല. അതെ, വീണ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ നിൽക്കത്തുണ്ടാവില്ല, ഒടുക്കത്തെ. ഗൈസ് നോക്കൂ, ഫൈനലി അലക്സേട്ടൻ വന്നു. അപ്പോൾ അലക്സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പോവാണ്. ആദ്യം ഒരാളെ കാണണം, അതിന് ശേഷം കുറച്ച് പരിപാടിയുണ്ട്. ഇവരുടെ കൈ കാണിക്കണം. 3 പേരെ നമുക്ക് കാണാം. അതെ, അല്ല, കൈ കാണിക്കണ്ടേ? കൈ കാണിക്കാം. സക്സസ് മീറ്റിംഗ് സക്സസ് ആയാൽ മതിയായിരുന്നു. അല്ല, ഗൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ വന്ന സ്ഥലം എന്ന് പറയുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ അപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം. ഇത് മെട്രോയാണ് തൊട്ട് ഫ്രണ്ടിൽ പോകുന്നത്. കണ്ടോ, ഈ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ റഷ്യയുടെ മെട്രോയും സംഭവങ്ങളാണ്. ഇപ്പം തണുപ്പ് വന്ന് തണുപ്പിനോട് അങ്ങ് ഇഴ ചേർന്ന് പോയി. ഇപ്പം ഇതൊന്നും വലിയ തണുപ്പ്. ഇവരെന്നോട് ഇപ്പം പോയ ആൾക്കാർ ചോദിക്കാം, നിങ്ങൾക്ക് തണുക്കുന്നില്ലെന്ന്. ഞാൻ നയാത്തു. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള തണുപ്പ് ചത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ശരീരം ഒതുങ്ങി. ഞങ്ങൾ വണ്ടി കയറി. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വെല്ലാറി കയറുന്നത്. ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെയും പിന്നെ അതിന് ശേഷം അലക്സിയേട്ടൻ്റെ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കയറിയില്ലായിരുന്നു. ഇതിന്റെ യാത്ര സുഖം എന്നാ സുഖം എന്തിലും അറിയുന്നുണ്ട്. യാഥാർത്ഥ്യമാണ് ലിപി പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ഫ്ലൈറ്റേ കയറിയിട്ട് വരാം, കട്ടർ കാണുമ്പോൾ അറിയുന്നുണ്ട്. യാത്ര ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു ജംഗ്ഷനിലെത്തി. അതായത് ഒരു സിഗ്നലില് എല്ലായിടത്തും നല്ല രീതിയിലുള്ള മഞ്ഞു പെയ്യലാണ്. ഇതിങ്ങനെ തന്നെയാണ് ആൾസേട്ടാ മൊത്തത്തിൽ എപ്പോഴും. കഴിച്ച് നോക്കൂ. അപ്പം എന്താ പറയുക, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് മൊത്തം? 61 കിലോമീറ്ററാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അതിന് ഈ റഷ്യൻ ഭാഷയിൽ എന്താ പറയുക? അതാണ് ഇപ്പം പുള്ളി പറഞ്ഞത്. അതാണ് റഷ്യൻ ഭാഷയിൽ സംസാരിക്കുക. പുള്ളിക്കാരൻ നല്ല രീതിയിൽ റഷ്യ അറിയാം. അപ്രോക്സിമേറ്റ് 35 കൊല്ലമായി പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട്. പുള്ളി റഷ്യക്കാരനാണ്. അതാണ് മലയാളം സംസാരിക്കുന്ന റഷ്യക്കാരൻ. പുള്ളി അപ്പോൾ റഷ്യക്കാരനാണ്. അപ്പം നമ്മൾ റഷ്യക്കാരൻ്റെ അടുത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ മലയാളം സംസാരിക്കുന്നുള്ളൂ. അതെ, റഷ്യക്കാരനാണ്. അതെ, പാസ്പോർട്ട് റഷ്യയാണ്. അതായത് പിന്നെ എന്താ പറയുക, വേരുകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് വേരുകൾ. അങ്ങനെയല്ലേ പറയാ? അതെ, വേരുകൾ തിരുവനന്തപുരത്താണ്. അപ്പം ഞങ്ങൾ വെലാറിൽ ഇവിടുത്തെ സർക്കാരിന് ലാഭം ഉണ്ടാക്കി എണ്ണ അടിക്കാനുള്ള പരിപാടിയാണ്. എത്രയും പെട്ടെന്ന് എണ്ണ തീർക്കുക ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്രോക്സിമേറ്റ് ഒരു 2 കോടിക്ക് മേളിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ എന്നാണ് അലക്സേട്ടൻ എന്നോട് പറഞ്ഞത്. അല്ലേ അലക്സേട്ടാ? ഇത് ഔട്ടറിൽ ഔട്ടറിനുള്ളിൽ, അതായത് മോസ്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കറങ്ങിയ ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിലാണ് മോസ്കോ. ആ മോസ്കോയുടെ പിന്നെ ആ റൗണ്ടിൽ തന്നെ 2.5 കോടി രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് പുതിയ ഫ്ലാറ്റിന്. പഴയത് എനിക്കറിയത്തില്ല. പഴയതിനൊക്കെ എത്ര കൊടുക്കേണ്ടി വരും? ഗൈസ്, അപ്പോൾ വെരി എക്സ്പെൻസീവായ നഗരമെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിപ്പം പിന്നെ ഈ നഗരത്തിൻ്റെ ഔട്ടറിലാണ് നമ്മളുള്ളത്. അതായത് നമ്മൾ നേരെ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് 2 റഷ്യക്കാരെ കാണാൻ വേണ്ടി. അപ്പോൾ റഷ്യക്കാരെ കണ്ടതിന് ശേഷം ഞങ്ങൾ 2-3 സ്ഥലത്ത് പോകും. അതിന് ശേഷം ലിപിക്ക് കൈ കാണിക്കണം. കൈക്ക് എന്നാ ലിപിനെ പറ്റിയ? കൈക്ക് തണുപ്പടിച്ചപ്പോൾ വീണ്ടും വേനോടെ. എവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇവിടെ ഇങ്ങനെ നല്ല പടന്ന് സൗണ്ട് കേൾക്കും ഇടയ്ക്കിടയ്ക്ക്. കമ്പിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതൊന്ന് എക്സ്റേ എടുത്ത് നോക്കണം. അതിന് പാസ്പോർട്ട് സാധനമൊക്കെ വേണമെന്നല്ല ലൽസേട്ടൻ പറഞ്ഞ്. നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇതൊക്കെ നമ്മൾ റഷ്യയുടെ ഈ ഒരു സൈഡിൽ കൂടെ സഞ്ചരിക്കാൻ ഇവിടുത്തെ ഒരു ഏറ്റവും അത്യാവശ്യം വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് മാള് എന്ന് പറയുന്ന സംഭവമാണ്. അവിടെ പുട്ടിൻ്റെ ഫോട്ടോ കാണാം. പിന്നെ ഞാനേ ഇവിടെ ഈ ബോർഡുകളുണ്ട്, പരസ്യ ബോർഡുകൾ. അവിടെ ഈ പട്ടാളക്കാരിലേക്ക് ക്ഷണിക്കുന്ന ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാലത്ത് ജർമ്മൻ വണ്ടിയും ജപ്പാൻ വണ്ടിയും ഭരിച്ച മോസ്കോ ഇപ്പം ഇതേ ചെറി, ചങ്ചുയി, ഹവാല് അങ്ങനെയുള്ള വാഹനങ്ങളാണ് കൂടുതൽ. വേറെ ഇത് നോക്കണം ഇവന്. ഇത് ചൈനയുടെ മറ്റേ ഏറ്റവും ലക്ഷറി വണ്ടി. ഇവനെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കമ്പനിക്ക് പോയി വേറെ ആർക്കാ പോകാനുള്ള എത്ര കമ്പനി കൂട്ടിയത് കാരണം ഇത്ര കമ്പനികളുടെ. അതായത് ഇവിടെ ജർമ്മൻ വണ്ടികൾ കണ്ടമാനം സെയിലാണ്. ഞാൻ കാണിച്ചു തരട്ടോ. ഓരോ ചൈനീസ് ഷോറൂമുകൾ കണ്ടു കഴിഞ്ഞാൽ കിളി പാറിപ്പോവും. ഇപ്പം ഇവിടെ മഞ്ഞായതാണ് പണി പൊളിപ്പോയി. അലസേട്ടൻ വെറുതെ കഴുകിയതായി പോലെ. അലസേട്ടാ മൊത്തം ചെളിയായില്ലേ? നമ്മുടെ വണ്ടി ഇറക്കാതെ അവിടെ വെച്ചേക്കും കേട്ടോ, മഴ ആയതുകൊണ്ട്. കാരണം വീണ്ടും കഴുകാൻ വേണ്ടി പോകണം. അതന്നെ അലക്സേട്ടാ കാണുന്ന അപ്പാർട്ട്മെന്റ്സാ? അതന്നെ ബിസിനസ് സെന്ററാ? കടകളും അതുപോലെ സ്ഥാപനങ്ങളൊക്കെയാ? ഓ ഓ ഓ ഓ ഗൈസ് നോക്കൂ,
ഈ കാണുന്നുണ്ടല്ലോ ഓരോ എന്നാ പറയുക ബിസിനസ് സംബന്ധമായ സംഭവങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ റഷ്യൻ ബോർഡ് കാണുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം ഇപ്പം മലയാളികളെ എടുക്കുന്നില്ല, ഇന്ത്യക്കാരെ എടുക്കുന്നില്ല. ഇന്ത്യക്കാർ ഇനി ഇങ്ങോട്ട് താല്പര്യം ഉണ്ടായിട്ട് പോലും വന്നിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തി കേട്ടോ. അതായത് ബാക്കിയുള്ള രാജ്യക്കാരെ എടുക്കും. ഇതേ പോകുന്നു പുത്തൻ ലാൻഡ് ക്രൂസർ. സംഭവം അറിയാവനെ ഇവിടെ വന്നിട്ട് ആൾക്കാർ കുറേ പേര് പറ്റിച്ചു, പൈസ മേടിച്ചു. ആദ്യം ചേരുമ്പോൾ ഒരു പൈസ കിട്ടും, ആ പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് അവർ അലമ്പുണ്ടാക്കി പോകണമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാം കൂടെ വലിയ വിഷയമായി. അതായത് ഗവൺമെന്റ് ഇടപെട്ടു, ഇങ്ങോട്ടും ധാരണയായി. പിന്നെ അതായത് നമ്മൾ ഇവിടെ എന്ത് കാര്യത്തിൽ ചേരുമ്പോൾ ഇവര് നമ്മുടെ ഭാഷയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ഇവർ തർജ്ജമ ചെയ്ത് തരും. ഇത് എന്നിട്ട് നമ്മൾ എന്നിട്ട് അത് കണ്ട് നമുക്ക് ഓക്കെയാണെങ്കിൽ മാത്രം ഒപ്പിട്ടാലും ഇവർ കേട്ടുള്ളൂ. ഗവൺമെന്റ് സംഭവം ആയതുകൊണ്ട് എല്ലാവരും ഒപ്പിടും. ഇവിടെ വന്നിട്ട് ആദ്യം കിട്ടുന്ന 15 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം 15 അല്ലല്ലോ, ആദ്യം 25, 37, 23 ലക്ഷം രൂപ ആദ്യം കിട്ടും. ആദ്യം 23 ലക്ഷം, ചില സമയത്ത് 12. പല ടൈപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അത് ആദ്യം മേടിച്ചു കഴിഞ്ഞിട്ട് അതിന് മുന്നോട്ട് എന്തായാലും ഇത് ചേരുമ്പം വെടി വെക്കണമെന്ന് ഇവർക്കറിയാം. എന്നിട്ടല്ലേ പോകുന്നത്. ചിലവരെന്നാ ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് യൂറോപ്പിലോട്ട് മുങ്ങാൻ വേണ്ടി അതിൻ്റെ അകത്ത് കയറിയ ആൾക്കാരുണ്ട്. എന്നിട്ട് അങ്ങനെ സത്യം പറഞ്ഞ ഏജന്റുമാര് പറഞ്ഞിട്ട് യൂറോപ്പിലോട്ട് ഇതിലെ പോകാന്ന്, നിങ്ങൾ തോക്കും വെച്ചിട്ട് ഓടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ വന്നു. അങ്ങനെ കയറി ചെന്നപ്പം പിന്നെ ഇവർക്ക് ഇതാ പൈസ മേടിച്ച് കഴിഞ്ഞപ്പം പൈസ എല്ലാം കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. അങ്ങനെ എല്ലാവരും കുറെ പേര് നാട്ടിൽ കയറി പോയി. അങ്ങനെ കുറച്ച് സംഭവം നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് എല്ലാം സുമാറാക്കി. അതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് കുറെ കാര്യമുണ്ട്. ഇതിനകത്ത് നോർത്ത് ഇന്ത്യൻ ഏജന്റുമാരാണ് ഇതിന്റെ അകത്ത് കബളിപ്പിച്ചത്. അതായത് അവര് പറഞ്ഞു ഇവിടെ തോക്കിട്ടിട്ട് നിങ്ങൾ ഓടിയാൽ മതി യൂറോപ്പിലോട്ട്, എല്ലാം സക്സസ് ആണെന്ന് പറഞ്ഞു. തൊട്ട് കാണുന്ന സാധനം കിടിലം വണ്ടി എന്ന് വെച്ചാൽ കിടിലം വണ്ടിയാണ്. 40 ലക്ഷം രൂപ ഉള്ളു ചൈനയുടെ. അതോ അടിപൊളി വണ്ടി കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതിൻ്റെ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇവിടുത്തെ സാധനം. അതാണ് G-Wagon. ഇവിടെയുള്ള ദേശീയ വാഹനമാണ് G-Wagon. ഇതിലെ ചറവറ പാഞ്ഞ് നടക്കുന്നു ഗൈസ്. ഓഫ്, ഒരു സാധനം തന്നെയാണ് കേട്ടോ, അല്ലേ അലക്സ് ചേട്ടാ? മാഫിയ വണ്ടിയാണ് G-Wagon. സത്യം മാഫിയ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇപ്പം അതൊന്നും ഇല്ല ഇവിടെ. ഇപ്പം മാന്ന് പറഞ്ഞ അടി കിട്ടും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ അടുത്തെത്തുമ്പം അത് പോവുകയാണ്. അതായത് ഇവിടെയുള്ള ആർമിയിലേക്കുള്ള പിന്നെ ഒരു പരസ്യമുണ്ട് ഇങ്ങോട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടി നോക്കട്ടെ. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിട്ടും കേട്ടോ. ക്ലൈമറ്റ് വളരെ മോശം. കാര്യമില്ല, ഇന്ത്യക്കാരെ ഇപ്പോൾ എടുക്കൂല. ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെയാണ് നമുക്ക് മീറ്റിംഗ് പറഞ്ഞേക്കുന്ന ഏരിയ. അപ്പം വണ്ടി ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ നിർത്തി. ഇത് ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ. അപ്പാർട്ട്മെന്റ് താഴെ കടകൾ. അതെ, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലിബിൻ പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയാണ് കടകൾ. അപ്പോൾ അവിടെയാണ് പരിപാടികളും സംഭവങ്ങളും നടക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഫോൺ വണ്ടി തന്നെ വെച്ചിട്ട് പോകുന്നതായിരിക്കും. ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞു. മീറ്റിങ്ങിന് പോകുമ്പോൾ വളരെ ശബ്ദമായിട്ട് നിൽക്കണം. യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി സെക്കൻഡ് ഡേ. അതായത് ഇന്നലെ ഞങ്ങളുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സക്സസ് ആണ്. അതെ, ഒരു 50% സക്സസ് ആണ്. അതെ, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോൾ താമസിച്ചു പോയി. എല്ലാവർക്കും ഉപകാരമുള്ള സംഭവമാണ് നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി പോയത്. അതായത് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചെന്നപ്പോൾ എല്ലാം വൈകുന്നേരം പിന്നെ പല സമയത്തും ക്യാമറ ഉപയോഗിക്കാൻ മീറ്റിങ്ങുള്ള സ്ഥലത്തൊന്നും ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ആൾക്കാരുടെ അടുത്താണ് മീറ്റിങ്ങിന് പോയത്. ക്യാമറ കൊണ്ട് ചെല്ലാൻ പറ്റൂല. മീറ്റിങ്ങിന് പോയത് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ്. അതെ, അപ്പോൾ അവരുടെ ക്യാമറയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ക്യാമറയും പോകല്ല. അപ്പം വീഡിയോ പിടിക്കൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രകാരം ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ റിപ്പയറിങ്, നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് മാറ്റൽ, പൊട്ടിയത് ബെൽഡ് ചെയ്യൽ, എൻജിൻ ഓയിൽ മാറ്റൽ, ബ്രേക്ക് ചെക്ക് ചെയ്യൽ, പിന്നെ കറണ്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇവിടെ ഈ G-Wagonഉം പിന്നെ ലെക്സസും പിന്നെ അതുപോലെ ഈ ഉള്ള എല്ലാ വലിയ വാഹനങ്ങളും പണിയുന്ന ഒരു ഏരിയയാണ്. ഇതൊരു വർക്ക്ഷോപ്പ് സ്ഥലമാണ്. രാവിലെ തന്നെ നല്ല രീതിയിലുള്ള മഞ്ഞ് പെയ്ത്തുണ്ട്. ഇതൊരു പെട്രോളിൻ്റെ ഫ്രണ്ടൊക്കെ പൊളിച്ചിട്ടാക്കുന്നു. ഇത് നോക്കി, ഇത് ഇങ്ങനെയാട്ടോ ഇവിടുത്തെ വർക്ക്ഷോപ്പ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ നമ്മൾ വിചാരിക്കേണ്ടത് പണിയൊന്നും നടപ്പില്ലാന്ന്. ഓരോ ഷട്ടറിൻ്റെ ഉള്ളിലും ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് ചെന്നാൽ ഇതൊന്നും നോക്കിയിട്ടുണ്ടോ വണ്ടി എഴുതുന്ന സ്ഥലം. നമ്മൾ ഡയറക്റ്റ് ചെല്ലുവാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇവിടെയുള്ള ആൾക്കാർ തന്നെ വണ്ടി എഴുതി കൊടുക്കുന്നുണ്ടോ? അതെ, കണ്ടോ വണ്ടി വഴി കിടക്കുന്ന സ്ഥലം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് വാഹനങ്ങളൊക്കെ പണിയുന്നത്. നമ്മുടെ വണ്ടി നമ്മൾ മുഞ്ചിച്ചതാണ് 8000 രൂപ. എത്ര പൈസ ഒന്നും പറഞ്ഞു അവിടെ. ആണോ? ഇതുണ്ട്, ഇതേപോലത്തെ ഒരു ഷട്ടറിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പും സംവിധാനങ്ങളൊക്കെ. അപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അലക്സേട്ടൻ്റെ വണ്ടി ഇവിടെ പണിയാനിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ അലക്സേട്ടൻ്റെ സെൻസർ ഇഷ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചൂടും സംവിധാനങ്ങളും കാര്യങ്ങളും. ഇത് സ്വിഫ്റ്റിൻ്റെ അല്ല, സ്വിഫ്റ്റല്ല, റിക്സിൻ്റെ അടുത്ത പേരാണ് അലക്സേട്ടാ അതിനെ എഴുതിയാക്കുന്ന അലക്സേട്ടാ സ്പ്ലാഷ്
സ്പ്ലാഷ് എന്നുള്ളതാണ് ഇവിടെ റിക്സിന് പറയുന്നത്. നമ്മുടെ മാരുതി സുസുക്കി റിക്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് അലക്സേട്ടൻ്റെ വണ്ടി. അതിനൊരു സെൻസറല്ല എന്നാ പ്രോഗ്രാം എന്നാ അലക്സേട്ടാ അലക്സേട്ടൻ്റെ വണ്ടിക്ക് കുറച്ച് പിന്നെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഗിഫ്റ്റ് കിട്ടി പുള്ളിക്ക്, കുറേ ലൈറ്റുകൾ. അപ്പോൾ ആ ലൈറ്റ് കളയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെയൊക്കെ ആ മറ്റേ ഉസ്ബെക്കിസ്ഥാനിലെ എണ്ണ വണ്ടിക്ക് അടിക്കുന്നുണ്ട് എല്ലാം. അല്ല ഞങ്ങളുടെ വണ്ടിക്ക് ഇതുപോലെ മാലപ്പടക്കം പോലെ കേട്ടോ, എല്ലാ സിഗ്നലും ഉണ്ട്. പഠിക്കാൻ വേണ്ടി കൊടുക്കാം കൈസ്. അപ്പം ഇതുണ്ടോ പിന്നെ അലക്സേട്ടൻ്റെ വണ്ടിയിൽ മറ്റേ ലാപ്ടോപ്പ് സാധനമൊക്കെ ആയിട്ട് വന്നു. എററിനുള്ള സംഭവമൊക്കെ കുത്താണ്ടി തുടങ്ങും കേട്ടോ. ഇത് തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പ് മാക്ബുക്ക്, മാക്കല്ല ഹോണർ, അതായത് മറ്റേ ഇത് ഹുവായിയുടെ ലാപ്ടോപ്പാണ് ഇവിടെ. അപ്പോൾ അതിത്തെ കണക്ട് ചെയ്തിട്ട് ഇതുണ്ടോ മൊത്തം സംഭവങ്ങളും എററും സംഭവങ്ങളും കളയാനുള്ള പരിപാടി. ഏതാണ്ട് 10-30,000 രൂപ കേട്ടോ. 10-30,000 രൂപ അല്ലേ ചേട്ടാ? 10-30,000 രൂപ കേട്ടോ ഈ ഒരു സാധനം. ഞങ്ങളുടെ സെൻസർ ചെയ്യുന്നതിന് 1600 രൂപ. അതൊന്ന് കരയുവാണെങ്കിൽ 500 രൂപയ്ക്കും ചെയ്ത് ഇതിന് അത്രയും പൈസയാണ്. അപ്പം ഇവിടെ തന്നെയാണോ കാണിച്ചേ? ഇവിടെ തന്നെയാണ് കാണിച്ചേ. എന്നാ പറഞ്ഞത് നമ്മുടെ പണി തരാമെന്ന് പറഞ്ഞോ? JCB ടൂൾസൊക്കെ ഇട്ടാണല്ലോ അലക്സേട്ടാ പണിയുന്നത്. ആണോ? JCB ടാറ്റയല്ലേ? അല്ല, ഫോഴ്സ് അല്ല, ഇത് ടൂൾ ബോക്സിൻ്റെ സാധനം. പുറത്ത് അസഹനീയമായ മഞ്ഞാണ്. അസഹനീയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹനീയമായ മഞ്ഞ്. ഈ ജീവാഗൻ പണിയാനുള്ള കേട്ടോ. ഇനി എന്നെ പണിയൊന്നും സംഭവമില്ല. ജീവാഗൻ ഒരു ഇവനെ ഇങ്ങ് വന്നൊരു സാധനം കാണിച്ചാൽ ഇങ്ങ് വാ ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ചെറുക്കനെ ഓഫാക്കാറില്ല കേട്ടോ. ഓഫാക്കി അപ്പം പണി കിട്ടും, പിന്നെ തള്ളാണ്ട് വരും. ഇത് കണ്ടോ, ടയോട്ടയുടെ പഴയ ഹൈലക്സ് ആണോ എന്ന് സംശയമുണ്ട്. ഇവിടെ പണ്ട് കാലങ്ങളിലുള്ള വണ്ടികൾ ഇതേപോലെ RUS എന്ന് എഴുതണമായിരുന്നു. റഷ്യയുടെ ഒരു കോഡാണ്. അല്ല പിന്നെ പഴയ ഹൈലക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹൈലക്സാ ആന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് കാശായിട്ട് വേണം ഇത് കൂട്ടൊരു വണ്ടി മേടിക്കാൻ. അതിനടാ ജീവാൻ്റെ ഇതെന്തോ വലിയ ടോപ്പ് സാധനമാണ്. ഇത് എവിടെയോ കൊടുത്ത് മോഡിഫൈ ചെയ്താ കേട്ടോ. ഈ B എന്നുള്ള സാധനം കണ്ടാൽ നശിപ്പിച്ചു. ജീവാഗൻ ഒരിക്കലും കിറ്റൊന്നും കയറ്റരുത്. ആ വണ്ടി കമ്പനി എങ്ങനെ തന്ന അതേപോലെ തന്നെ ഉപയോഗിക്കണം. എന്താ സാധനം. പക്ഷെ നമ്മുടെ അവിടെ ഈ ജീവാഗൻ മേടിച്ചാൽ ആരും വിശ്വസിക്കില്ല. ബലോറയാന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എന്തായാലും പരിപാടികൾ നടക്കട്ടെ. ഇത് അൽസേറിൻ്റെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞപാടെ നമ്മുടെ വണ്ടി കയറ്റും. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഗേറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓട്ടോമാറ്റിഷനാണ് കേട്ടോ. അതായത് ഇതേപോലെ തന്നെ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഇതേപോലെ പൊങ്ങിപ്പോവും. ഇതേ റിക്സ്, നമ്മുടെ നല്ല റിക്സ് ഇറക്കും കേട്ടോ. ഡ്രൈവിംഗ് പൊസിഷൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പേരും വ്യത്യാസമുണ്ട്. ഇവിടെ പ്ലഷ് ഞാൻ പോയി ഇറക്കിയിട്ട് വരാം കേട്ടോ. ഞങ്ങളെ പ്ലഷ് ഇനി തുറന്നു തന്നാടാ പിന്നെ തുറക്കാൻ താക്കോൽ നിന്റെ അടുത്താ. അൽസേറിന് തുറക്കണം. വേണ്ട, എനിക്കിങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. അൽസേട്ടാ അവിടെ തന്നെ കിട്ടോ. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കേട്ടോ. ഞാൻ കേട്ട് നോക്കട്ടെ. എന്നാ പറഞ്ഞ താക്കോൽ എബിൻ്റെ അടുത്ത് തന്നെയാ? അല്ല, ലോക്ക് ചെയ്യാനുള്ള താക്കോൽ എൻ്റെ തന്നെ. ഓക്കെ അൽസേട്ടൻ വണ്ടി ഇറക്കട്ടെ, നമുക്ക് എന്ത് കയറ്റാം. പക്ഷെ നമ്മുടെ സാധനം ഒന്നും ഇവിടെ കിട്ടൂല. ഉറപ്പാ? ഒരു സാധനം ബെൽറ്റ് കൊടുക്കേണ്ടി വരുമോ? ബെൽറ്റ് ഇവിടെ കിട്ടും. ബെൽറ്റ് ഇവിടെ കിട്ടും. ഞങ്ങൾ സ്പെയർ ആയിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറണം. എബിനെ സാധനം കിട്ടുമെങ്കിൽ ഒരിക്കലും സ്പെയർ എടുക്കരുത്. കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ പെട്ടുപോകും. എൻ്റെ ടയറിന്റെ വലിപ്പം നോക്കിയാൽ മോനെ. അതിന്റെ ടയറിന് തന്നെ 10-25,000 രൂപ കൊടുക്കണമെന്ന് തോന്നുന്നില്ല. മഞ്ഞ് നന്നായിട്ട് കൂടിയില്ലേ ഇവനെ അല്ലേ? ക്രിസ്മസിന് വന്ന പോലെ ഉണ്ടോ നോക്കിയേ. പണ്ട് മഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മഞ്ഞ് തേടി നടന്നിട്ടുണ്ട്. ഞാനിൽ ഇവനൊക്കെ ഓമിനിയല്ല. മഞ്ഞ് വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നത്. നയാത്തു 3 ഭാഷ അറിയാം. നയാത്തു. വലച്ചടം പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മുടെ വണ്ടി നേരെ ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ടി പോട്ടെ. നമ്മുടെ വണ്ടിക്ക് എല്ലായിടത്തും കയറ്റി നോക്കണം മണ്ട തട്ടുമില്ല എന്നുള്ള. ഈ സ്ഥലമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം. ബെൽറ്റ് പോയി. വാ ജീവാൻ കൊടുക്കൂല. വാ ഞങ്ങളുടെ വണ്ടി ഇൻഷുറൻസ് ഉണ്ട്, ആ ധൈര്യം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടൂല. ഞങ്ങളുടെ മറ്റേ തട്ടുന്ന വണ്ടിക്ക് കിട്ടും. വാ കസാക്കിസ്ഥാനിൽ ഒന്നുമില്ലാതെ ഓടിച്ച. വാ ഇല്ല വാ കേറി വാ. ഓ ഗായ്സ് രക്ഷപ്പെട്ട് കിട്ടി കേട്ടോ.
കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ, നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇവരെന്തൊക്കെയോ സിഗ്നൽ കാണിക്കുന്നുണ്ട്. വാ കയറട്ടെ. ഇത് ചിലപ്പോൾ പൊക്കണ്ട് വരുമായിരിക്കും. നമ്മുടെ വണ്ടി ഓവർ വെയിറ്റാണ് ഒന്നാമത്. വാ നേരെ എടുത്തോ, നേരെ എടുത്ത് കയറ്റിക്കോ. നേരെ വാ. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ പുള്ളിക്കാരൻ നോക്കുവാണ് എന്താ സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ. ദൂതാ അടിയില ഈ സൈഡിൽ എന്നാണ് സെറ്റപ്പ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു റഷ്യക്കാരൻ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി പോവാണ്. അതൊരു വലിയ ഭാഗ്യമായ നിമിഷമാണ്. ഫോഴ്സിന്റെ ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ അവിടെ വന്നത് പണിയിച്ചെങ്കിലും നടക്കൂല. ഞങ്ങൾ കൂതയും പറ്റുമായിരുന്നു. അലക്സാറിനുള്ളതുകൊണ്ട് ഞങ്ങളത് പണിയെ നല്ല പെട്ടു. അതാ അങ്ങേ സൈഡിൽ ചൂടെ കേട്ടണ്ടേ? അങ്ങേറ്റത്ത് താഴെ ടൂൾ ബോക്സിന്റെ ഒക്കെ വൃത്തി നോക്കി. ഞാനിത് കാണുമ്പോൾ നമ്മുടെ നജീബ് പറയുന്ന എന്നും ഓർമ്മ വരും. എടാ എബിനെ, കസാക്കിസ്ഥാനിൽ അത് വേറൊരു രീതിയാ. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ചെയ്യാവുന്ന സ്ഥലമാണ് ഇത്. വേറെടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിയിൽ ടൈൽസ് വിട്ട് ഞാൻ കസാക്കിസ്ഥാനിൽ പോയപ്പോൾ എന്നോടൊന്ന് ചൂടത്ത് കയറിയിരുന്നോളാം. എനിക്ക് മനസ്സിലായില്ല ചൂടത്ത് എന്തിനാ കയറി. അത് മില്ലും നമ്മളെ മനസ്സിലായി. ഇവരെ വിശ്വസിക്കാം. ഇവർ ഈ വണ്ടിയുടെ എഞ്ചിൻ വരെ ഊരിയെടുത്തു വരാം. നോക്കിയാൽ ചേട്ടാ, എല്ലാ വണ്ടിയുടെ കിയ പണിയും, ഷവർലൈറ്റ് പണിയും, പിന്നെ വലിയ പ്രീമിയം കാർ. ഇപ്പം എന്താ റേഞ്ച് റോവർ പണിയുന്നുണ്ടല്ലോ, എന്തും പണിയും. ജീവാഗൺ. അലക്സേട്ടന് ഇതിലും വലിയ വലിയ വണ്ടികളുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 cc മേലുള്ള വണ്ടികൾക്ക് ഭയങ്കര ഇൻഷുറൻസും ടാക്സും പിന്നെ അങ്ങനത്തെ വിഷയമുണ്ട്. നമുക്കിവിടെ ഇപ്പം പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രീമിയം വണ്ടിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇവിടെ ഇല്ലല്ലോ. ഇന്ത്യയിലെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന വണ്ടിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഇവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് വർക്ക്ഷോപ്പിൻ്റെ ഒരു മൊത്തത്തിലുള്ള സാധനം. ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബെൻസ് അല്ല BM. ഇത് കൺവേർട്ടബിൾ BM കേട്ടോ, കൺവേർട്ടബിൾ. ഇത് ഏതാണ് മോഡൽ? Z4 ഒക്കെയാണ് നമ്മുടെ അവിടുത്തെ കൺവേർട്ടബിൾ. ഇത് വേറെ ദൈവമേ, ഇതിൻ്റെ അകത്താണ് ഇത്ര നല്ല ഞാൻ ചവിട്ടിയേ. അപ്പം വടി കൊടുത്ത് അടി മേടിച്ചാണ് കേട്ടോ. ഇതെന്തോ സാധനം കൺവേർട്ട്. ഇതാണ് സ്പീക്കർ വെച്ചാക്കുന്നത്. നോക്കിയാൽ ഇത് സെൻട്രൽ നോക്കി സബ് വെച്ചാക്കുന്നത്. എന്തെന്നാടാ? കൂപ്പിയാണോ? കൂപ്പ കൺവേർട്ടബിൾ. എന്തായിരിക്കും മോഡലൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മുടെ വണ്ടി എന്തായാലും പണിയട്ടെ കേട്ടോ. ഇതാ എന്നെ എന്തോ ചോദിക്കുന്നുണ്ട്. എന്തിനാന്ന് അറിയത്തില്ല. അത് ചൂടാവും, വണ്ടി ചൂടാവും, ഹീറ്റാവും. പിന്നെ പവർ സ്റ്റിയറിംഗ് ശരിയാ പവർ സ്റ്റിയറിംഗ് സ്ലോയിൽ വർക്കാവൂല. ഇതാണ് സാധനം അലക്സേട്ടാ. ഇതുണ്ടോ? ഇങ്ങോട്ട് നോക്കിയോ അലക്സേട്ടൻ. ഇത് കണ്ടോ ഈ ഇരിക്കുന്ന സാധനം? ഇത് അലക്സേട്ടാ. ഇത് അത് ഇളകുന്നത് അതാണ് സാധനം. ഗൈസ്, ഇത് അലക്സേട്ടൻ്റെ കൂട്ടുകാരനാണ്. പേര് റോമ. പിന്നെ മോസ്കോ തന്നെയല്ലേ വീട്? പുള്ളി പിന്നെ റഷ്യക്കാരനാണ്, റൂസ്കി അല്ലേ? ഗൈസ്, പുള്ളി റൂസ്കിയാണ്. അപ്പം ഞങ്ങളെ അടുത്ത് ഇങ്ങോട്ട് വന്ന കേട്ടോ പുള്ളിക്കാരൻ. ആണോ? ഗൈസ് നോക്ക്, ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ റഷ്യക്കാർ അർമേനിയക്കാരെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു USSRന്റെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിലനിന്ന് ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഗൈസ് നോക്കും. അപ്പം അലക്സേട്ടൻ്റെ അടുത്തോട്ട് വന്ന കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടി കൂടെ വന്നതാണ്. വെറുതെ ഇരിക്കട്ടല്ലേ ഒരു ഫോമിന്. നമ്മളെ കാണാൻ വന്നൊന്നുമല്ല. ഞങ്ങൾ ഇന്നലെ കഴുകിയ, നിങ്ങൾ പറ നോക്കിയേ, കഴുകിയ വണ്ടിയുടെ അവസ്ഥ നോക്കിയേ. ഇതിനി എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അല്ല, ഇനി വീണ്ടും കഴുകണ്ടേ? ഈ ആഴ്ച കേട്ടോ പോകാനത് കഴുകാം. കമ്പനിയുടെ ലാഭം കമ്പനിയുടെ നഷ്ടം നോക്കണം. ഗൈസ്, അതൊന്നും ശരിയാ കേട്ടോ ലിവി പറഞ്ഞേ. നമുക്കൊരു 40,000 കൂടെ ഇനിയുള്ളൊരു ശരിയാ, ഇനിയുള്ള 10 ദിവസം നമുക്ക് ഇവിടെ ജീവിക്കാൻ 40,000 രൂപയാണ്. അത് അലക്സേട്ടൻ നമ്മുടെ റൂബിളില്ല, റൂബിള് കഴിഞ്ഞിരിക്കണം. അലക്സേട്ടൻ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു. ഇന്ന് വണ്ടിക്ക് എണ്ണ അടിച്ചു തന്നത് അലക്സേട്ടനാ. ഇനി റൂബിള് മാറിയിട്ട് അലക്സേട്ടന് കൊടുക്കും. ഗൈസ്, അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അലക്സേട്ടൻ്റെ പൈസ നാട്ടിൽ കൊടുക്കണം.
ഇവിടുന്ന് ഇഷ്ടംപോലെ പിള്ളേർ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിസയും അങ്ങനെ അയക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് റൂബിൾ കിട്ടുമ്പോൾ നമുക്ക് മേടിച്ചിട്ട് നാട്ടിൽ പൈസ കൊടുക്കണം. അങ്ങനെയാണ് നാട്ടിലത്തെ 10,000 രൂപ കണ്ടോ. എത്ര? 10,000 രൂപ. നാട്ടിൽ 10,000 രൂപ. 5,000-ൻ്റെ ആണ് ഏറ്റവും വലിയ നോട്ട് ഇവിടുത്തെ. ആ നോട്ടാണ് ഇപ്പം ലിബിയുടെ കയ്യിലിരിക്കുന്ന ഈ നോട്ട്. 2 നോട്ട്. പിന്നെ ഒരെണ്ണം എത്രയാ? 2 എത്രണ്ണ വരുന്നത്? 960. 2 എണ്ണം. സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എന്നാ ശരി കേട്ടോ. ഗൈസ് നോക്കൂ, അപ്പോൾ ഞാൻ ഇത്ര നേരം വിളിച്ചത് നമ്മുടെ വണ്ടി പണിയുന്ന പ്രിൻസ് ചേട്ടനെയാണ്. അതായത് നമ്മുടെ പിന്നെ എറണാകുളത്ത് വെഹിക്കിൾ സ്പോൺസർ. അതെ, വെഹിക്കിൾ പണിതിരുന്ന പുള്ളിയാണ്. അപ്പം പുള്ളി ഇതിനകത്ത് കുറേ ബെൽറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഓയിലുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ സാധനങ്ങൾ, അങ്ങനെ മട കൂടെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ എടുത്ത് കൊടുക്കണം. അപ്പോൾ പുള്ളിയോട് ഞാൻ സംശയം ചോദിച്ചാണ് അതിൻ്റെ ഏതൊക്കെ ബെൽറ്റാണ്, ഏതൊക്കെയാണ് ഇടേണ്ടത്, പിന്നെ ഏതാണ് എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ വണ്ടി മലേഷ്യ തായ്ലൻഡ് കൊണ്ടുപോയില്ലേ, അപ്പോൾ ഭയങ്കര പൈസ മറ്റേ ഷിപ്പിങ്ങിന് നമ്മുടെ അടുത്ത് പോയി. അപ്പോൾ ഇപ്പോൾ വണ്ടി പണിതിട്ട് നമുക്ക് ക്രെഡിറ്റിലാണ് പുള്ളിക്കാരൻ ഏകദേശം 90,000 രൂപയുടെ വണ്ടി പണിത് തന്നു അല്ലേ. അതൊരു വണ്ടി തിരിച്ച് ഓടി കഴിഞ്ഞിട്ട് പൈസ കൊടുത്തായെന്നാണ് പറഞ്ഞത് അല്ലേ. അതെ, നമ്മളെ രക്ഷപ്പെടുത്തിയാണ്. അങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ ഓടി എത്തിയത് കേട്ടോ. എഞ്ചിൻ ഓയിൽ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മേടിക്കാൻ വേണം. ബാക്കി എല്ലാം വണ്ടിയിലുണ്ട്. അതെല്ലാം എടുത്തെടുത്ത് കൊടുക്കണം. ബിൽഡിങ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് നല്ല മഞ്ഞാട്ടോ, അസാമാന്യമായ മഞ്ഞാണ്. ലിബി ഓയിലിൻ്റെ കേസിന് വേണ്ടി പോവാട്ടോ. ആരെങ്കിലും റഷ്യ വന്നിട്ട് വണ്ടിപ്പണിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇവരുടെ വാട്സപ്പ് നമ്പർ, ഇവരുടെ ഡീറ്റെയിൽസ്, സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നോ ടെൻഷൻ, എന്ത് പറ്റിയാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെ ബന്ധപ്പെടാം കേട്ടോ. അപ്പം അതിനുള്ള സാധനം കാണിച്ചേക്കാം. അതായത് ഇവിടെ എല്ലാ വണ്ടിയും പണിയും. ഇനിയിപ്പോൾ ഈവൻ ബൈക്കിനാണേലും ഉള്ള സെറ്റപ്പ് ഇവർ ചെയ്തു തരും. നമ്മുടെ നാട്ടിലെ പോലെ സ്പീഡിൽ പണിയുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അവരൊരു ഏക്കിനങ്ങ് പണിയുന്നു, അല്ലാതെ ബമ്പ സ്പീഡൊന്നും നമ്മൾ പ്രതീക്ഷിച്ചാക്കരുത്. ഇവർ ഏതാണ് ഊരുന്നതെന്നൊക്കെ ദൈവത്തിനറിയാം. ആദ്യം ആ പൊട്ടിയ സാധനമാണ് ഊരി എടുക്കേണ്ടത്. അത് ഊരി എടുത്തിട്ട് വേണം ഗ്യാസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഗൈസ് ഇവിടെ തൊട്ടടുത്ത് പോയിട്ട് ഇവർ ഓയിൽ മേടിച്ചു. ഇവർ ബാഴ്സലോണക്കാർ ഉപയോഗിക്കുന്ന, ബാഴ്സലോണ സ്പോൺസർ ചെയ്യുന്ന അതെ ഓയിലാണ്. മെഴ്സിഡീസ് ബെൻസ് ഡീസലിന് ഒഴിക്കുന്നത് 10W40. നമ്മുടെ അവിടെ എത്ര പറഞ്ഞ് 20? 15-40. അതിവിടെ കിട്ടത്തില്ലല്ലോ. ഇവിടുത്തെ ഡീസലും ഇവിടുത്തെ സംവിധാനമൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ഈ ഇവിടുത്തെ രീതിക്കുള്ളല്ലേ കിട്ടത്തുള്ളൂ. ആ ഗൈസ്, ആ സൈൻസിലുള്ള സാധനം കിട്ടത്തുള്ളൂ. 3,300 രൂപ വിലയുണ്ട്. എത്ര? 3,330 രൂപ പെർ പീസിന്. എത്ര ചേട്ടാ? 3,000 രൂപ 2 എണ്ണത്തിനോ? എൻ്റെ അമ്മോ, ഇവിടെ ചില സാധനങ്ങൾക്ക് ഇച്ചിരി പൈസ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്ര പൈസ ഇല്ലല്ലോ. നമ്മുടെ അടുത്ത് ഇല്ല. എത്ര 2,000 രൂപ, അത്ര 1,000 രൂപ അല്ലേ? 1,000-1,500 രൂപ എങ്ങാണ്ട് കിട്ടും. വെറുതെ ഒന്ന് ചോദിച്ചേക്കാം സാറിനോട്. ചേട്ടാ അത് ഭയങ്കര കൂടുതലല്ലേടാ? ഗൈസ് പറഞ്ഞു സാറിനെ വിളിച്ച് ചോദിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ എത്ര ഓയിലിന് വില? എഞ്ചിൻ എത്ര? $20, $25 അപ്രോക്സിമേറ്റ് റുപ്പീസ്. ബട്ട് ഡോളർ ഈസ് അല്ല ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഈ ഓയിലിന് എത്രയുണ്ട് 5-ൻ്റെ പാക്കറ്റിന്? 4. അതോ കുതാ? ഹലോ, 4-ന്റെ? ആ 4-ന് എത്രയാ? അതെ അതെ, 4 ലിറ്റർ ഓയിൽ നമ്മുടെ നാട്ടിൽ എത്ര പൈസ വരും? ആ അതെ. ഇത് നിങ്ങൾക്കാകാൻ കോടീശ്വരിന്ന് വിളിച്ചല്ല നിങ്ങളെ. ആ ഹലോ, എത്ര വരും 4 ലിറ്റർ ഓയിൽ നമ്മുടെ ഇവിടെ? നമ്മളിവിടെ 1 ലിറ്ററിന് 380 വരും. 1 ലിറ്ററിന് കണക്കിൽ ഇത്തിരി വീക്കാ. 350 വരും. എന്നാലും കുറവല്ലേ പെർ ലിറ്റർ? 10 ലിറ്ററിന് 10 ലിറ്ററിന് 3,000 രൂപ. ഇവിടെ പൈസ കൂടുതലാണ്. ഇവിടെ 4 ലിറ്ററിന് 3,300 രൂപ. അതായത് നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുക, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ ഗൂഗിളിൻ്റെ ഒരു സാധനം വർക്കാവില്ല. പിന്നെ VPN ഒന്നും ഇട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ ഓവർ VPN ജാമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ 10 ലിറ്ററിന് 3,000 രൂപ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. 3,300 ഇവിടെ 10 ലിറ്ററിന് 3,50. ഏതാടാ? ഇവിടെ 4 ലിറ്ററിന് 3,300. ബ്രാൻഡ് വ്യത്യാസം ഉണ്ടോ അവിടെ ലിബിനെ? നിങ്ങൾ അവിടെ ഇരുന്ന് പണിതോ. നിങ്ങൾ വല്ല റഷ്യക്ക് വല്ലതും കയറി എവിടെ സെറ്റപ്പ് ആക്കി തരങ്ങ വാ, പൈസയാക്കാം. ഫ്രീ റഷ്യക്കാരി, ഇതിന്റെ ഫ്രീ റഷ്യക്കാരി.
കെട്ടിയോടെ കൂടുതലും നല്ല വീഡിയോയിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് മിണ്ടാതെ നിങ്ങളുടെ കുടുംബം കലങ്ങി പോകും. അങ്ങനെയായിരുന്നോ ഗൈസ്? ഫൈനലി വണ്ടിയുടെ പരിപാടികളൊക്കെ ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഫ്രണ്ടിൽ നിന്ന് ഊരി എടുത്തോണ്ടിരിക്കുക കേട്ടോ സംഭവം. ഇതേ ഇവിടെ നിന്നാണ് എല്ലാം ഓരോന്നായിട്ട് ഊരി എടുക്കുന്നത്. ഊരി ബെൽറ്റൊക്കെ ഊരി കേട്ടോ. ബെൽറ്റ് എല്ലാം എടുത്ത് കൊടുക്കണം ഇനിയും. ഇതേ ബെൽറ്റ് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് അവർ അയച്ചുകൊണ്ടിരിക്കുക. അത് വെൽഡ് ചെയ്യണം. ജീവിതത്തിൽ ഈ ഫ്രണ്ട് കവർ ചെയ്യുന്ന പരിപാടിയില്ല കേട്ടോ. അങ്ങനെയാണ് ഇത് പൊട്ടിപ്പോയത്. എന്തൊരു സാധനം ഊരി കൈ കിട്ടിയിട്ടുണ്ട്. ഇതാ പൊട്ടിപ്പോയ സാധനം. പൊട്ടിപ്പോയ സാധനം കിട്ടിയാ തന്നെ എന്നും പൊട്ടുന്ന സാധനം സെയിം ഇവിടെ കിട്ടുമോ? വെൽഡ് ചെയ്യും. ഇതാണ് സാധനം കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണേ? ഇനി മേളിൽ ജീവിതത്തിൽ കവർ ചെയ്താക്കരുത് തണുപ്പായാലും. ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഡൈനാമിക്കൊക്കെ പവർ കൊടുക്കുന്ന എന്താ സാധനമായിരുന്നു. അതായിരുന്നു സംഭവം. ഹീറ്റാകുന്നതും സംഭവങ്ങളൊക്കെ കേട്ടോ. ചേട്ടൻ പറഞ്ഞ സാധനം തന്നെ. പവർ സ്റ്റിയറിംഗ് ഒന്നും മറക്കാമെന്നില്ല. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഹൈവേയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ. അതായിരുന്നു സാധനം. അവരെന്തായാലും ഊരി സാധനങ്ങൾ നോക്കുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് കിട്ടി തന്നെ. നമ്മൾ ഏത് ഭാഷ പറഞ്ഞാൽ നമ്മൾ മട്ടുപോയാനെ. വേറെ കാര്യമുണ്ട് ഇവനെ. പുള്ളിക്കാരനെ കണ്ടേ ഉസേപിതാവിനെ പോലെ ഇല്ലേ? നോക്കിയേ നോക്കിയേ ഭയങ്കര ലുക്കാട്ടെ ഇവരെ കാണാൻ വേണ്ടി. How much age? Age how much? 40 വയസ്സ്. 27 28 feel like a appoopan. But look you. Все равно лопнет и отвалится. Вот эта вот деталь, и он все равно купить. Я бы ее с удовольствием помог. എന്താ പറയുന്നുണ്ട് കേട്ടോ. Что это машина, ну как она называется. Типа если дадите какой-то документ там, Мерседес мотор там стоит. Мерседес. ടെമ്പോ Точнее. ടെമ്പോടെ സാധനം പറ്റും. എന്നാ പ്രശ്നം എന്നാ? ഇതിന്റെ മോട്ടർ മോട്ടർ പോയോ? ഇല്ലല്ല. സാധനം മാറുന്നതാണ് നല്ല. അതിനാ ആയിരിക്കും നല്ലത്. ഇവനെ ബിൽഡ് ചെയ്യുന്ന ഇനിയും പൊട്ടൂലേ? പൊട്ടും. ആ സാധനം ഒന്ന് മൊത്തത്തിൽ ഊരാവെന്ന് ചോദിച്ചു. Даже если поменять, все равно скид коленвала. Просто если сейчас это откручивать, смысла, то есть мы ее сейчас открутим, там заварим, она потом опять может лопнуть. മൊത്തം മാറണമെന്നങ്ങനെ കേട്ടോ പറയുന്നത്. Надо эту деталь попробовать найти. Вот такая. അല്ല വണ്ടിയിലൊന്ന് കയറാൻ പറ്റുമോ? ഹലോ കേൾക്കാവോ? ഫോട്ടോ ഇട്ടല്ലോ. ഗൈസ് ഇതാണ് നമ്മുടെ ഈ പൊട്ടിയിരിക്കുന്ന സാധനം. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ. നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ചിന്തിച്ചില്ല. അതിന് പൊട്ടിയ ഭാഗങ്ങൾ ഇവരിപ്പോൾ ലാസ്റ്റ് ഇത് ബിൽഡ് ചെയ്ത് തന്നെ വെക്കാമെന്ന് തന്നെ പറയുന്നത്. ബിൽഡിങ് കറക്റ്റാകത്തോണ്ടാണ് ഈ സാധനം നിൽക്കാത്തത്. ഇത് കണ്ടോ, ഇതാണ് സാധനം. പ്രിൻസേട്ടൻ വിളിക്കുന്നുണ്ട്. ആ പ്രിൻസേട്ടാ, എന്നാലോ പറയാം. അൽസേട്ടനോട് പറയാം. അൽസേട്ടാ, ഇതിൻ്റെ ബോൾട്ട് പൊട്ടിയിരിക്കരുതെന്ന് അതൊന്ന് നോക്കണമെന്ന് പറയണമെന്ന്. ബോൾട്ട് പൊട്ടി അതിൻ്റെ അത് ഇരിക്കരുതെന്ന്. പറഞ്ഞാ ബോൾട്ട് ഇരുന്ന് പണിയാവുന്നതാണ്. ബോൾട്ട് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. നമ്മുടെ സാധനം ബിൽഡ് ചെയ്യാം കേട്ടോ പുള്ളിക്കാരൻ. ഇതുണ്ടോ, ബിൽഡ് ചെയ്ത് അത് ഇതുമായിട്ട് സെറ്റപ്പ് ആക്കും കേട്ടോ. അല്ലെങ്കിൽ പരിപാടി പാളും. ബിൽഡ് ചെയ്ത് തന്നെ സെറ്റപ്പ് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. ലിബിൻ എന്ത് ചെയ്യേ? നീ അങ്ങോട്ട് വന്നോ? ഇവിടെ മെഷീൻ കൊണ്ടുവച്ചിട്ടോ സെറ്റപ്പ് ചെയ്യുന്നത്. എന്നാ സെറ്റപ്പ് അല്ലേ ഇവരുടെ കണ്ണയിലൊക്കെ വെക്കുന്ന സാധനം? ഒന്നും ഇവർ കേൾക്കൂല. ഭയങ്കര ടെക്നോളജി കേട്ടോ ഇവര്. ചൈനയുടെ മെഷീനാ എടാ, സ്പീഡല്ല, കൂറ്റായിട്ട് ചെയ്യും ഇവര്. ഒരു എഞ്ചിനൊക്കെ ഇറക്കി ഒരു പണിയെടുക്കുന്ന എന്ത് എഞ്ചിൻ പണിയൊക്കെ ഇങ്ങനെ കേട്ടോ എടുക്കണ്ടേ. ഇവിടെ എഞ്ചിൻ വർക്ക്. ഈ വണ്ടിയുടെ എഞ്ചിനാണ് കിയയുടെ എഞ്ചിൻ പണി എടുക്കും കേട്ടോ. പിസ്റ്റണാന്ന് തോന്നുന്നു. പിസ്റ്റൺ റെഡിയാക്കുന്ന അങ്ങനെ എന്തോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. ഭയങ്കര എന്താ പറയുക, സ്മാർട്ട് വർക്കാട്ടോ ഫുള്ള്. അതായത് ഇവർ വഞ്ചിയിലൊക്കെ ഇറക്കാൻ വർത്തമാനം പറയാനോ ഒരു കാര്യത്തിനും പോകില്ല. ആ ഒരു സിഗരറ്റ് വലിക്കാൻ തന്നെ പുറത്തോട്ട് വലിക്കും. ആ എഞ്ചിൻ്റെ ഒരു സാധനം പോലെ പൊടി പോലെ ഉള്ളിൽ കയറാതെ ഒരു പണിയെടുക്കുന്നതായിരിക്കും. മഞ്ഞ് വീണുകൊണ്ടിരിക്കട്ടോ. ഇതുണ്ടോ, പടപടേന്ന് വീഴുന്നുണ്ടോ? ഇത് മഞ്ഞാട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തിപ്പം തിന്നാൻ കിട്ടുന്നത് മക്ഡൊണാൾഡ്സ് ഇവിടുന്ന് പോയല്ലോ. അപ്പം ഇവരുടെ റഷ്യൻ സാധനം കേട്ടോ അത്. നമ്മളങ്ങോട്ട് കയറുവാണ്. ഹായ്
പുള്ളിക്കാരൻ ഇവിടുത്തെ വലിയ RT ഓഫീസിനാണ്. നമ്മുടെ ബെൽറ്റുകളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററുകളൊക്കെ പുള്ളിയുടെ കൈ കൊടുത്തു കേട്ടോ. ഇത് ബെൽറ്റ് ഇത് നമ്പർ നോക്കണ്ട, നമ്പർ നോക്കി കൊടുക്കണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ കേട്ടോ. അതിനാ ചത്ത സാധനം ഇങ്ങനെ നേരെയാക്കുക. അതിനാ പവർ സ്റ്റിയറിംഗ് ഉണ്ട് സാധനം ചത്തെന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ ബെൽറ്റും മാറണത്. രണ്ടെണ്ണം മൊത്തം 3 എണ്ണേ ഉള്ളൂ. ഓ ഗായ്സ്, എന്തോ ഒരു സാധനം ഉരുകി കിടക്കുന്നു. എന്താണത്? അത് മൊത്തം പോയവനെ നോക്കാം. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇതൊന്ന് പിടിക്കാവോ? അതിനാ അല്ല, ഞാൻ സ്ഥലത്തെ പിടിക്കാൻ പോവാം, ഞാൻ അടിച്ചോളാം. അല്ല പിന്നെ ഏതാ ലൈന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും അന്ന് ഉരുകിപ്പോയേ. അതായിരിക്കും ഒന്ന് ഉരുകിപ്പോയേ. USB സീല് വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് ആട്ടാ. ഇതേ എന്ത് സെറ്റപ്പാ അല്ലേ ഇത്. ഫ്രണ്ട് അടിച്ചാൽ ഫ്രണ്ട് കിട്ടും. ഇത് എവിടെയാണെന്ന് വെച്ചാൽ കാണാം. ഇനി ഇവിടെ നോക്കിയാണെങ്കിൽ നോക്കി പണി അതാ. എന്തൊക്കെ സെറ്റപ്പാണ് ദൈവമേ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കേട്ടോ പരിപാടികൾ. കൂട്ടുന്നു നമുക്കും കൊള്ളായിരുന്നു കേട്ടോ. ഒരുത്തിനടി കിടക്കും കേട്ടോ, കയറാൻ പറ്റൂല. ഇത് വർക്ക് ചെയ്ത് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അതെങ്ങനെ ആ സാധനം ഉണ്ടായിരുന്നു അതേപോലെ തിരിച്ചും വെച്ചു. ആറ് സഹായം വേണ്ട, ഒന്നും വേണ്ട, കയറാൻ പറ്റുമോ? നമ്മുടെ വണ്ടി അങ്ങനെ പണിത് കൈ കിട്ടി. ഇത് ഈ ഹെഡ് ലാമ്പ് മാറ്റാൻ വേണ്ടി അലക്സ് ചേട്ടനും അവരുടെ കൂട്ടുകാരും മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുവാണ്. വണ്ടിയുടെ പണി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ പണി കഴിഞ്ഞു, വണ്ടി ഇറക്കി കഴിഞ്ഞ് ഇതേപോലെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ പണി കഴിഞ്ഞ് നമ്മളെ പുറത്താക്കിയാ പിന്നെ എണ്ണ മാറ്റി പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഇവന് എണ്ണ മാറ്റിയിട്ടോ. അതിൻ്റെ മേലത്തെ നമ്മളെ കുത്തുന്ന സാധനങ്ങൾ ഒക്കെ ഊരി മേളിൽ വെച്ചിട്ടുണ്ട്. ആണോ? അപ്പോൾ അത് ഊരാതെ മാറ്റി പറ്റൂല. വെക്കുന്ന അതേപോലെ തന്നെ വണ്ടി ഫുള്ള് വൃത്തിയാക്കണം കേട്ടോ. ഒന്ന് നീറ്റാക്കി എടുക്കണം. പണി കഴിഞ്ഞിട്ട് ഫുൾ അലമ്പായി. ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതുകൊണ്ട് ഇതൊക്കെ ഊരി സെറ്റപ്പ് ചെയ്ത് എല്ലാം ഇതുണ്ട്. ആ സാധനം ഊരി വെച്ചേക്കുന്നുണ്ടോ? അതത് ഊരിയത് കൊണ്ടാണ്. മനസ്സിലായോ മോനെ? ഞാൻ അവരെ പോയിക്ക് പോട്ടെ. എന്തിനാ? എന്തൊക്കെ സാധനം അറിയാം. തിരിച്ചുവിടായിരുന്നോ? പോയിട്ട് വരാം. ഞാൻ ഇവിടെ വയ്ക്കാം. അത്യാവശ്യം തണുപ്പായിട്ടോ. രാത്രിയായി. നമ്മുടെ നാട്ടിലെ സമയം ഇപ്പോൾ 6-7 മണിയായി. 7 മണി. ഇവിടെ എത്ര ആയിട്ടില്ല. ഇവിടെ ഒരു 3 മണിക്കൂർ ബാക്കോട്ടാണല്ലോ. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റും അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ലാഡ കേട്ടോ. ഇത് ലാഡ. ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനമാണ്. ഇവിടുത്തെ റഷ്യയുടെ ബ്രാൻഡാണ് ലാഡ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഇങ്ങനത്തെ വിൻറ്റേജ് കാറൊക്കെ നോക്കി അതിൻ്റെ എക്സോസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടെ ഭയങ്കര സെറ്റപ്പാട്ടോ. ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക ഐക്കോണിക്കൽ സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ. കളിക്കിലോ. എല്ലാ വർക്ക്ഷോപ്പ് സംബന്ധമായ ഏരിയകളും ഡിസ്കവറി കിടപ്പുണ്ട്. ഇവിടുത്തെ ഏറ്റവും മെയിൻ സാധനമായിരുന്നു ഡിസ്കവറി. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടയോട്ടയുടെ ഒരു സാധനമാണ്. ഇത് റഷ്യൻ വണ്ടി തന്നെയാണ്. ഇത് ഏതാണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സുപ്ര എന്നാട്ടോ ഇത് എഴുതിയാക്കുന്നത്. പിന്നെ സുപ്ര അവിടെ കണ്ട വണ്ടി ഏതാന്ന് അറിയാം. സുപ്ര അവിടെ കണ്ട വണ്ടി ഏതാന്ന് എടാ ഏറ്റവും വാട്സ് കൂടിയെന്ന് മേടിക്കണേ. വാട്സ് കുറഞ്ഞ് നമുക്ക് കാര്യമില്ല കേട്ടോ. ഓക്കെ, ഞാൻ വണ്ടിക്കകത്തിരിക്കണോ? ജീവാൻ കിടക്കുന്നു നോക്കി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വണ്ടി പണിയുന്നത്. ലൈറ്റ് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. സാധാരണ നോർമൽ ലൈറ്റ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അതൊരു കാര്യമില്ലാത്ത സാധനമാണ്. നമ്മളിവിടെ ഒരു എഞ്ചിൻ ലൈറ്റ് കത്തി കിടപ്പുണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ ഓയിൽ മാറാൻ വേണ്ടിയായിരുന്നു എഞ്ചിൻ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നത്. എഞ്ചിൻ ഓയിൽ മാറി എല്ലാം കയറി സർവീസ് കഴിഞ്ഞ് പടാപ്പട്ട് പരിപാടി കേട്ടാ. നമ്മളങ്ങനെ നേരെ പോവുകയാണ്. ഈ കാണുന്ന റോഡിൽ നേരെ ഫ്രണ്ടിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ലാടെ ഉള്ളതാണ് പണി. വാളിയിലോടെ അരിമ്പി. അയ്യോ ഇറങ്ങിയത് ഒന്ന് കൈ കൊണ്ട് കണ്ടി. അവിടെ നോക്കിയാ നീ തലയിട്ട് നോക്കിയാലോ. ഇവിടെ ഓക്കെ. ഇവിടെ ഓക്കെ. ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇങ്ങോട്ട് ഓടിച്ചു. ഓക്കെ കഴിഞ്ഞു. ഗൈസ് ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നേരെ അലക്സാണ്ടറിൻ്റെ വീടിന് അങ്ങോട്ട് തന്നെ പോകും. വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം മൊത്തം. എന്നിട്ട് നാളെ നമ്മളൊരു കിട്ടില്ല സ്ഥലത്തോട്ട് പോകും. അപ്പം അലക്സാണ്ടറിൻ്റെ വണ്ടി അവിടെയാണോ? പണികൾ കഴിഞ്ഞു. വണ്ടി അലക്സാണ്ടറിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടു. ഞങ്ങൾ നേരെ അലക്സാണ്ടറിൻ്റെ വണ്ടി കയറാൻ വേണ്ടി. ഒരു പ്രത്യേക പ്രതിഭാസം നോക്കിയേ. എത്ര മനോഹരമായ കാഴ്ച നോക്കിയേ. പ്രപഞ്ചം ദൈവത്തിൻ കരവിരുതല്ലോ. അയ്യോ മാറിപ്പോയി. ഇന്ത്യയിലാണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇന്ത്യയിലാണെങ്കിലാണ് അവിടെ. ഇത് ഇവിടെ കേട്ടോ. ഇത് ഹവാൽ. ഫൈനലി ഞങ്ങൾ നേരെ ഒരു മാഗസിനിലേക്ക് പോവാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാണ്ട് പോവാണ്. ഇന്ന് അലക്സേട്ടൻ കരയും, കാരണം അത്ര എരിവായിരിക്കും. കണ്ണിൽ കൂടെ ചുകര വരും. കാരണം വെച്ചാൽ ഇവരത്ര എരിവ് കഴിക്കത്തില്ലല്ലോ. നമ്മളാണല്ലോ എരിവിൻ്റെ ആൾക്കാർ. അപ്പം തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്. പേരെന്നാ അലക്സേട്ടൻ അതിൻ്റെ? മാഗസിൻ നല്ലതാണ്. അതിൻ്റെ ഒരു പേരുണ്ടാവും. സൊലാരിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൊലാരിസിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഇത് മെട്രോ അല്ലേ? ഇത് മെട്രോയുടെ കവറാട്ടോ ഈ കാണുന്നത്. അതായത് മോസ്കോയിലെ മെട്രോ കവറുകളും സംഭവങ്ങളാണ് ആ കാണുന്നത് സുഹൃത്തുക്കളെ. വാവ്, ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്.
എൻ്റെ അമ്മ ഇങ്ങോട്ടൊക്കെ ഓരോ ബിൽഡിങ്ങിന് നിറം നോക്കിക്കാണല്ലോ ഇവനെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓരോ ഡിസൈനും ഓരോ കളറും കൊടുക്കും. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ബിൽഡിംഗ് പണിയത്തില്ല കേട്ടോ. ഗവൺമെന്റ് അപ്രൂവൽ ചെയ്ത നിറം, ഗവൺമെന്റ് അപ്രൂവൽ ചെയ്ത ബിൽഡിംഗ്, ഇതൊക്കെ ഇവിടെ പണിയത്തുള്ളൂ. ഇതുണ്ട് ഈ സൈഡിലും ഉണ്ട് അപ്പാർട്ട്മെന്റ്സ്. ഇതുണ്ടോ, ഇതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ അമേരിക്കയിലായാലും എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ത്യ മാത്രമേ ഉള്ളൂ സ്വന്തം ഇഷ്ടത്തിൽ നമുക്കെല്ലാം പണിയാൻ പറ്റത്തുള്ളൂ. अपना क्या करेगा, कुछ करेगा, प्रॉब्लम कुछ नहीं है, पैसा है सब कुछ मिलेगा, है ना. पैसा है मिलेगा, पैसा नहीं है कुछ नहीं मिलेगा. ഇതൊരു എയറോഫ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ. എയറോഫ്ലോട്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഫ്ലൈറ്റ് കമ്പനിയുടെ പേരാണ്. അത് റഷ്യൻ നിർമ്മിത ഒരു ഫ്ലൈറ്റാണ്. ഇപ്പം വന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുവാണ്. കിട്ടിയോ? ആർക്ക് കിട്ടി? എനിക്ക് കിട്ടി. എവിടെ? ഇതാ റഷ്യൻ നിർമ്മിത ഫ്ലൈറ്റ് ആട്ടോ. അത് കണ്ടറിയാം നമുക്ക്, അല്ലേ അൽസേട്ടാ? എയർബസോ ഇതോ അല്ലല്ലോ. അത് കാണുന്ന ഫ്ലാഗ് കണ്ടോ ഈ വണ്ടിയെ കെട്ടിയിട്ടേക്കുന്നത്? ഇതാണ് വിക്ടറി ഫ്ലാഗ്. അതായത് 2ാം ലോക മഹായുദ്ധം USSR ഇന്നത്തെ റഷ്യ ജയിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഇത് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളിലും കാണാം, പ്രത്യേകിച്ച് പ്രീമിയം കാറുകളിൽ. അല്ലേ അലക്സേട്ടാ? സത്യമല്ല ഞാൻ പറഞ്ഞത്? ഈ വേറെ കാര്യം, റഷ്യയുടെ ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ല. അതെ, അതാണ് റഷ്യയുടെ ചരിത്രം. ഈവൻ അമേരിക്ക വരെ നമ്മുടെ ഇവിടെ വിയറ്റ്നാമിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നോക്കാൻ നേരത്തെ ഇവരെന്ന് വെച്ചൊരു യുദ്ധം വന്ന് ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. ഫൈനലി ഞങ്ങൾ അങ്ങനെ എത്തി. ഇതൊരു വലിയ മാളാട്ടോ. ഇത് വമ്പ മാളാ. എൻ്റെ അമ്മ അസാമാന്യമായ മാള്. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. ഭക്ഷണം വെക്കണം. എൻ്റെ കയ്യിൽ മസാലയും സാധനങ്ങളൊക്കെ ഉണ്ട്. അലക്സേട്ടൻ്റെ അടുത്ത് 1 കിലോ കേര, റെഡ് കേരയാണ് മറ്റേ സാധനം. റെഡ് ടൂണ 1200 കിലോയ്ക്ക്. അലക്സാൻ്റെ സാധനമുണ്ട്, ചെമ്മീനുണ്ട്. ഞങ്ങളിന്ന് ചോറ് വെച്ച് നല്ലൊരു അടി അടിക്കും. നമ്മൾ മൂന്ന് പേര് ഒരേ ആൾക്കാരായിട്ട് കുഴപ്പമില്ല. പുള്ളിക്കാരത്തി മാത്രമേ വിട്ടു പോകത്തുള്ളൂ ഇതിൻ്റെ അത്. അല്ല പുള്ളിക്കാരത്തി. വെർ ഈസ് ദ ബേബി? ഹലോ ബേബി പ്ലീസ് കം. ബേബി ഹായ്. താങ്ക് യു. ഉറക്കം കഴിഞ്ഞ് വന്നാ. ഗൈസ് ഞങ്ങൾക്ക് കുക്കിംഗ് എന്നത്തെ പരിപാടി കേട്ടോ. ഞങ്ങളുടെ മെയിൻ പരിപാടി, ഞങ്ങൾ അവർക്കൊരു JCB. ഞങ്ങൾക്ക് JCB ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. JCB. ഫൈനലി ഞങ്ങൾ തന്നെ അലക്സേട്ടൻ്റെ കിച്ചണിൽ പരിപാടി തുടങ്ങി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കേരയല്ല കേട്ടോ. ഇത് അലുവ കഷ്ണം നോക്കി 1000 രൂപ കേട്ടോ വില. 1100 കുറയ്ക്കരുത്. 1100 രൂപ. ഇതിന് പൈസ കൊടുത്താൽ അതിനുള്ള നല്ല സാധനമാണ് ഗൈസ്. അതായത് ഞങ്ങൾ മീൻ കറിയും മീൻ വറക്കാനുമുള്ള പരിപാടിയാണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചെമ്മീനുണ്ട്. ചെമ്മീൻ കാണിച്ചു കൊടുത്താൽ ചെമ്മീൻ ഇതാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതാ ഗൈസ്, അതാണ് ഞങ്ങളുടെ കറി ചെമ്മീൻ കേട്ടോ. അല്ലേ? ഇതിച്ച ചൂടുവെള്ളം ഇടുവാണെങ്കിൽ പെട്ടെന്ന് ആടിക്കണം. വേണ്ട, ഇപ്പം തന്നെ ആടി കേട്ടോ. അല്ലേ? ഇപ്പം തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരും. ഗൈസ്, ഇതെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലത്തെ കിച്ചൺ അല്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഇതാണ് ഇത് ഓവൻ. ഇത് ഓവനല്ല അലക്സേട്ടാ? ഇതാണ് ഓവൻ കേട്ടോ. ഇവിടുത്തെ കുക്കിംഗ് രീതികളും സംവിധാനങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ഉള്ളി പൊളിച്ചു, ഇവിടെ ഫിഷ് സാധനമൊക്കെ റെഡിയാക്കി. അതേ സമയത്ത് ലിബി ഇവിടെ ചെമ്മീൻ പൊളിയാട്ടോ. എന്തിയാടാ? ഇതാ കടൽ ചെമ്മീനല്ലേ ലിബി? മറ്റേ ചെമ്മീനായിരുന്നു കേട്ടോ ലാഭം. പൊളിച്ചോണ്ടിരിക്കും. അത് പൊളിച്ചിപ്പം തീരും. ഗായ്സ്, അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങി. നമ്മളിവിടെ ഒനിയൻ കട്ട് ചെയ്തു, ടൊമാറ്റോ കട്ട് ചെയ്തു, ഫിഷ് കഴുകി വെച്ചു. ഫിഷ് കഴുകിയിട്ടില്ല. ഇത് പിന്നെ ചില്ലി, ഗാർലിക് അങ്ങനെയുള്ള സാധനങ്ങൾ, മീൻകറിയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്താണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഇത് ചെമ്മീൻ റോസ്റ്റ്. യെസ്, ചെമ്മീൻ റോസ്റ്റും. ഇത്ര സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഓരോന്നായിട്ട് തുടങ്ങാം കേട്ടോ. റഷ്യയിൽ കുക്ക് ചെയ്തില്ല എന്നുള്ള വിഷമം അങ്ങ് മാർക്കറ്റ് അല്ലേ ഇവനെ? അതെ ഇവനെ, ഈ തണുപ്പത്ത് ഇവിടെ നമുക്ക് കേരള ഫുഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലേ? പിന്നെ ഭാഗ്യം തരാനാ ഉള്ളത് അല്ലേ? ഗൈസ്, അലക്സേട്ടൻ കിച്ചൺ വിട്ട് തന്ന അലക്സേട്ടനോടും ഈ ഇത് തന്ന ചേച്ചിയോടും ഈ നിമിഷത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഗൈസ്, ഫൈനലി പരിപാടി തുടങ്ങും കേട്ടോ. ഇത് മൊത്തം വാട്ടി എടുക്കണം, എന്നാലേ ഇനി പരിപാടി നടക്കില്ല. നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫിഷും കൂടെ ആ സമയത്തിനുള്ളിൽ കഴുകിയെടുക്കണം. രണ്ടെണ്ണത്തെ അടിക്കാനുള്ള പരിപാടിയാണ്. സക്സസ് ആയ അതിന് കൂടുതലാണ് അലക്സേട്ടൻ, കുറവാണ്. മീൻകറിക്കുള്ള മുളക്, ഗാർലിക്. ഇവിടെയും മുളക്, ഗാർലിക്. പടപടയെന്നുള്ള പരിപാടി കേട്ടോ. ഇത് പരിപാടി സെറ്റാവില്ല.
പടപടയെന്ന് സ്പൂണുണ്ടോ അലസേട്ടൻ ഇളക്കാനുള്ള പടപടാന്നുള്ള വാട്ടിയതിന് ശേഷം തുടങ്ങാം ഇല്ല ലിബിയ വാട്ടി ഇത് പെട്ടെന്നാവുന്നേ ഉള്ളി വാടിക്കഴിഞ്ഞാൽ സാധനമായി. ഓവർ എരിവ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മിനിമലായിട്ടാണ് മാരിനേറ്റ് ചെയ്താക്കുന്നത്. ഇതിൻ്റെ സാധനങ്ങളും നമ്മൾ അങ്ങനെ തന്നെ ഇട്ടാക്കുന്നത് അല്ലേ ലിബിനെ? എല്ലാം മിനിമം. പക്ഷെ നമ്മുടെ മിനിമലാകുമ്പോൾ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇവിടെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് സോർട്ട് ചെയ്ത് കറിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭീകര പെട്ടെന്നാവും. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാലകളാണ് ഇത്. നമ്മുടെ സാധാ പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത് കുരുമുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഫിഷ് മസാല, ഇത്ര സാധനമുണ്ട്. അപ്പോൾ ഇതിട്ടാണ് നമ്മളിനി ഓരോ പരിപാടി ചെയ്യുന്നത്. ആദ്യം ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ റൈസ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള പിന്നെ കുക്കറുകളിലാട്ടോ, റൈസ് കുക്കർ അല്ലേ ചേട്ടാ? അല്ല നമ്മുടെ മറ്റേ കുക്കറൊന്നും ഇല്ലല്ലോ, നമ്മുടെ അരിയെ കൊണ്ടുവന്ന് ഞാൻ വിശക്കുന്നുണ്ടെന്നല്ലേ. മീൻ കറിക്കകത്ത് മീനിട്ടു, പിന്നെ അതേപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റിലത് ചെമ്മീൻ ഇട്ടൊന്ന് എല്ലാം കുറുകി സെറ്റപ്പ് ചെയ്ത് വന്നു. ഇനി മീൻ വറക്കാറുണ്ട്, അതൊന്നും കഴിഞ്ഞാൽ അവിടെ റൈസ് ആവും കേട്ടോ സമയം കൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി ഏകദേശം ഓക്കെ ആവും. വാളംപുളിയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. വാളംപുളിയിലാണ് ഞങ്ങൾ പിന്നെ ഈ പ്രാവശ്യം മീൻകറി ഉണ്ടായത്. മീൻകറി സെറ്റായോ? നീ പറഞ്ഞ കറക്റ്റാട്ടോ, പുളിച്ചിൽ കൂടുതലുണ്ടായിരുന്നു പറഞ്ഞ കറക്റ്റാ. ഒന്ന് പാടുണ്ട്. അലസേട്ടൻ എത്ര ദിവസം കൂടിയാ അത് പറ? അലസേട്ടൻ എത്ര ദിവസം കൂടിയാ കേരള ഭക്ഷണം കഴിക്കുന്നത്? ഈ വർഷം തുടങ്ങിയതല്ലേ ഉള്ളൂ. അല്ലേ ഞങ്ങളുടെ മസാല ചെറുതായിട്ട് പിരിഞ്ഞിട്ട് ഇതിൻ്റെ മോഡിഫൈ ആയിട്ട് ഞങ്ങൾ ഒരു ഇട്ടു. പുള്ളിക്കാരത്തേക്ക് ഇത് പറ്റില്ല കേട്ടോ, അതുകൊണ്ട് സാധാ രീതിയിലിട്ടു സൈഡിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ എരിവും ഇതിൽ ടൈറ്റായിട്ട് പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫിഷ് കറി ഉണ്ടാക്കി മാറ്റി. അതിൻ്റെ തിക്നെസ് ഒന്ന് കാണിച്ചു കൊടുത്തില്ല ആൾക്കാർ. ഇതാണ് ഞങ്ങളുടെ പ്രോൺസ്. നല്ല കിടിലം പ്രോൺസ് ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഗൈസ് ഫൈനലി നമ്മുടെ സംഭവം ആയിരിക്കുകയാണ്. വളരെ നന്നായി. എൻ്റെ അമ്മോ, ഇത് ഞങ്ങളുടെ മീൻ വറുത്തത്, ചെമ്മീൻ റോസ്റ്റ്, മീൻ കറി. ഇതാ ഹരിച്ചേട്ടാ, അവിടെ വെച്ചോ. ഇതാ ഓ, ഇതാണ് ഞങ്ങളുടെ സാധനങ്ങൾ കേട്ടോ. ലിപി എടുത്തു, ഇത് അലക്സേട്ടൻ എടുക്കുന്നു, ഞങ്ങൾ എടുക്കുന്നു. ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ 35 വർഷമായിട്ട് അലക്സേട്ടൻ എരിവ് കഴിച്ചിട്ടില്ല. ഇപ്പം മുഖത്തെ എക്സ്പ്രഷൻ കാണാം, പുള്ളിക്കാരി കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷനും കാണാം. നല്ല കിടില മീൻകറി, നല്ല തിക്ക് ഗ്രേവി, ഇതിൻ്റെ അകത്ത് മുക്കി ഇങ്ങനെ കുഴച്ച് റഷ്യ മോസ്കോയിലെ ടൗണിലിരുന്ന് നല്ല ചൂര കഷ്ണം പേട്ട സാധനം തന്നെ. ഒരു ചൂര വറുത്തത്. ഇത് റൈസ് സ്റ്റിക്കി റൈസ് ആട്ടോ അല്ലേ? നല്ല ഒന്നാം ഇതിനല്ലേ ഇതുണ്ടോ ചെമ്മീൻ? പക്ഷെ ചെമ്മീനില്ല കേട്ടോ ചേട്ടാ. അടിപൊളി. അൽസേറിന് ഇത്ര എരിവ് താങ്ങൂല കേട്ടോ. ലഭിക്കോ? നമുക്ക് കുറവാന്നുള്ള മട്ട, എരിവ് അത്ര പോരാ എന്നുള്ളൊരിതാ. അൽസേറിന് എരിവ് കൂടുതലാണ്. അവനെ കഴിക്കട്ടെ കേട്ടോ.